നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കോടതിക്ക് വിധി കൽപ്പിക്കാൻ അവരുടെ മുന്നിൽ തെളിവുകൾ വേണം. ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. തെളിവുകളെ അടിസ്ഥാനമാക്കി പലപ്പോഴും കോടതി മുറികളിൽ സത്യവും നീതിയും അപ്രസക്തമാകാറുണ്ട്. ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് കോടതി പറഞ്ഞു. തെളിവില്ലെന്ന് സർക്കാരും പറഞ്ഞു. തെളിവുകൾ ആ പെൺകുട്ടികളുടെ ജീവിതം തന്നെയാണെന്ന് ആരും പറഞ്ഞില്ല. കോടതിയിൽ തെളിവുകൾ ഇല്ല എന്നതിനാൽ ഇല്ല എന്ന് നാം വിശ്വസിക്കണമെന്ന് കേരളത്തിലെ മതേതരക്കാർ ശാഠ്യം പിടിക്കുന്ന ഹിന്ദുവിനെ സംബന്ധിച്ച് അവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് നാം അറിയപ്പെട്ടത് കേരളത്തിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര ഇസ്ലാം സംഘടനയിൽ ചേർന്നുപോയ ഒട്ടേറെ യുവതീ യുവാക്കളുടെ തിരോധന നാളുകളിലെ അന്വേഷണത്തിനൊടുവിലാണ്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലവീശി പിടിച്ച് ഇസ്ലാമിക തീവ്രവാദികളായ പുരുഷന്മാർക്കൊപ്പം ജീവിക്കാൻ വിടുന്ന തീവ്രവാദ കൂട്ടായ്മയുടെ ആസൂത്രണം ഒരുപാട് ഹിന്ദു വീടുകളിൽ കണ്ണീർ വീഴ്ത്തിയപ്പോഴാണ്. ലവ് ജിഹാദ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വൈക്കത്ത് അഖില എന്ന ഹിന്ദു കുട്ടിയുടെ മതപരിവർത്തനവും തുടർന്നുണ്ടായ കോലാഹലങ്ങളിലുമാണ്. അഖില ഹാദിയയായി പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴാണ്. അഖില കേസിൽ സുപ്രീം കോടതി വരെ നീണ്ടുകിടക്കുന്ന വ്യവഹാരങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ഇസ്ലാം സമൂഹം ഒന്നിച്ചു നിന്നത് കേസ് നടത്തിപ്പിന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് കോടികൾ ഒഴുകിയെത്തിയത് എങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു? അഖിലയുടെ രക്ഷിതാക്കൾ സ്വന്തം മകളെ അവളുടെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ ഇസ്ലാം സമൂഹം സംഘടിതമായി തടസ്സം നിന്നതിലെ അസാധാരണത്വം എങ്ങനെ വന്നു? സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന ഇസ്ലാമിക വിഭാഗങ്ങളുടെ അസാധാരണ പ്രവർത്തനങ്ങൾ ആകെ കൂട്ടിവായിക്കുമ്പോൾ ഏതൊരാളും എത്തപ്പെടുക ജിഹാദ് എന്ന വാക്കിലേക്കായിരിക്കും. പ്രണയഭാവത്തിലും ജിഹാദ് നടക്കുമ്പോൾ അത് ലവ് ജിഹാദ് എന്നറിയപ്പെട്ടു. ലവ് ജിഹാദിന് ഇരയായി സാധാരണ ജീവിതം നഷ്ടപ്പെട്ട ഹിന്ദു യുവതികൾ നമ്മുടെ കൺമുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴും ഇപ്പോഴും ലവ് ജിഹാദ് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന നിലപാടിലാണ് കേരളത്തിലെ ഒരു വിഭാഗം ഇസ്ലാമിക ഇടതുപക്ഷവും മതേതര കോൺഗ്രസ് പക്ഷപാതികളും. അവർ ഒരുപോലെ ലവ് ജിഹാദ് എന്ന വാക്ക് വിഴുങ്ങുവാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാമികവൽക്കരണം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ കേരളത്തിൽ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പയറ്റുന്നവർക്ക് സംഘടിത ഇസ്ലാമിക വിഭാഗങ്ങളോട് ചേർന്ന് നിന്നേ മതിയാകും. ചിലന്തിയുടെ വലയിൽ കുടുങ്ങിയ പ്രാണിയെ പോലെ ഇസ്ലാമികവൽക്കരണത്തിന്റെ വലയിൽ കുടുങ്ങിയ ഹിന്ദുവിന്റെ കേരളീയ ജീവിതം അവന്റെ ഉന്മൂലനത്തിലാണ് അവസാനിക്കാൻ പോകുന്നത്. ലവ് ജിഹാദ് കേരളത്തിലെയോ ഭാരതത്തിലെയോ മാത്രം പ്രതിഭാസമല്ല, ഇസ്ലാമിക തീവ്രവാദികളുടെ മാത്രം തീരുമാനവുമല്ല. ആഗോള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഒന്നായി ചേർന്നെടുത്ത് ലോകത്തെ സമ്പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കുന്നതിന് ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ ഒന്നും മാത്രമാണ്. ഭീകരനാണെങ്കിലും അല്ലെങ്കിലും ഒരു മുസ്ലിം യുവാവിന്റെ കടമയാണ് അന്യമതസ്ഥരെ വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കേണ്ടതെന്ന ഇസ്ലാം വിശ്വാസമാണ് ലവ് ജിഹാദിന് ആധാരമെന്ന് നാം അറിയണം. അവരുടെ പ്രാമാണിക ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ലവ് ജിഹാദ് ജിഹാദിന്റെ ഭാഗമാക്കിയത്. ലോകത്തെ ഇസ്ലാമികവൽക്കരണത്തിന്റെ വഴിയെ നയിക്കുന്ന വർത്തമാനമാണ് ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കേൾക്കുന്നത്. അഭയം തേടി ചെന്നവർ അധികമായപ്പോൾ ആ രാജ്യങ്ങളിൽ അശാന്തി പടരുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മുസ്ലിം ജനസംഖ്യ അധികമാക്കാൻ ഒരുപാട് ഉപായങ്ങൾ സ്വീകരിച്ചതിൽ ലവ് ജിഹാദ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവതികളുടെ സ്വതന്ത്ര ചിന്തകൾ മുതലാക്കി ഇസ്ലാമികവൽക്കരണം എത്ര വേഗതയിലാണ് നടക്കുന്നതെന്ന് നാം അറിയണം. ഇതേ ആസൂത്രണത്തിന്റെ ഭാഗമായ ഇസ്ലാമികവൽക്കരണം നമുക്ക് ചുറ്റും നടക്കുന്നത് നാം കാണാതെ പോകരുത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ലവ് ജിഹാദിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുവാൻ അവിടെ നിന്നുള്ള ഈ വിവരണം ഒന്ന് കേൾക്കുക. I met a family where they have 4 daughters, and all 4 daughters of them married Muslim men, and these Muslims are the refugees who came to Europe from different Muslim or Islamic countries. Few days before I was in Austria in Vienna. There also, after a convention, one lady came and spoke to me, and she said her daughter married to a Muslim and converted to Islam, and their children are not yet baptized, and they are practicing Islam. And I think this is very common in Western world today. What's the secret behind it? The reason is very simple, because the holy book of Muslims, the Quran says, chapter 5 verses 5 says, O Muslim men, you are permitted to marry Christian girls. So freely the Quran gives a permission to Muslim men to marry Christian girls. It doesn't mean that they must go and love the Christian girls and then marry and convert. But the silent permission is given in Quran that you can marry. So what happens if a Muslim man meets a Christian girl, and if he is attracted to her, he doesn't have any guilt feeling.
He don't need to have a guilt feeling. He can approach saying that I love you or I like you and I would like to marry you. One day while I was preaching the same thing in Spain, one young Christian girl stood up in the crowd and asked me a question. Mr. Mario, why do you speak like this? If I like a Muslim man, I will marry. What's wrong in it? And all clapped and all encouraged her. But the question is still remaining. What is wrong in it? And you know what was my answer? Quran chapter 4 verses 4. فَانْكِحُوا مَا طَابَ لَكُم مِّنَ النِّسَاءِ مَثْنَى وَثُلَاثَ وَرُبَاعَ. O Muslim men, you can marry 2 or 3 or 4 wives whom you like from the women. Wow. You can marry not only one, it says 2 or 3 or 4. Now what happened to you, my sister? The Muslims may fall in love with you and they may marry you. There is nothing wrong for me, or there is nothing wrong for you. I agree. But you know what happens? Suppose if they marry the other one, what will be your situation? Not only another one, that can be minimum 4. Then what you will do? You know what she answered? She said, I will object and I will retaliate and he will never marry another one. I will make it sure. No, that's only a statement. You know what the Quran says? Read this. Quran chapter 4 verses 34 says, O men, if you have a disobedient wife, you can beat her. You can keep her out of your room and you can divorce her. 3 things. You can beat, you can keep them out of your house, out of your bedroom, and you can divorce them. Now I said 3 important points to my dear friends, those who are listening to me right now. One is that the Muslims, they will marry you if they like you. The second, they will have 4 wives if they want. Third, they will create children, as many they want. And this all they can do without any guilt feeling, because it's an order or a silent permission from Allah given in Quran. So my friends, be careful when they come and say, I love you.